واتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ആദരണീയരായ നാട്ടുകാരെ, രക്ഷിതാക്കളെ, സഹോദരങ്ങളെ, ലോക സ്രഷ്ടാവും പരിപാലകനുമായ അല്ലാഹുവെ മനസ്സിലാക്കേണ്ട പ്രകാരം മനസ്സിലാക്കണമെന്നും നമ്മുടെ ആരാധനകൾ, നേർച്ചകൾ, പ്രാർത്ഥനകൾ അല്ലാഹുവിന് മാത്രം അർപ്പിക്കണം എന്നും പ്രവാചകന്മാർ പഠിപ്പിച്ച പാഠം തെളിവുകളിലൂടെ ബഹുജന സമക്ഷം ബോധ്യപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കപ്പെടുന്നത്. ഖുൽ ഹുവല്ലാഹു അഹദ്, പറയുക, അവൻ അല്ലാഹു ഒന്നാണ്, ഒരുവനാണ്, ഏകനാണ്, അതുല്യനാണ്. അല്ലാഹു സമദ്, അവൻ എല്ലാവർക്കും ആശ്രയം നൽകുന്നവനാണ്, ആരുടെയും ആശ്രയം ആവശ്യമില്ലാത്തവനാണ്. ലം യലിദ് വലം യൂലദ്, അവൻ സന്താനങ്ങളെ ജനിപ്പിച്ചിട്ടുമില്ല, അവനൊരു സന്താനമായി ജനിച്ചതുമല്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവന് തുല്യമായി മറ്റാരുമില്ല. ഏകദൈവ ആരാധനയുടെ ആധാരം ഇതാണ്. ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും ഒരേ സൃഷ്ടാവിന്റെ സൃഷ്ടികൾ, ഒരേ മാതാവിന്റെയും പിതാവിന്റെയും മക്കൾ. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏകദൈവാരാധനയുടെ ഇസ്ലാമിക ആദർശം അത് പഠിപ്പിച്ച് പൂർണ്ണമാക്കി പിരിയുന്ന വേളയിൽ അദ്ദേഹത്തിന്റെ അവസാന കാലത്ത് നിർവഹിച്ച ഹജ്ജ് വേളയിൽ, ഹജ്ജത്തുൽ വദാഇൽ, അദ്ദേഹം ജനങ്ങളെ ഉത്ബോധിപ്പിച്ച അനേക കാര്യങ്ങളിൽ ഒന്ന്, ഇന്ന റബ്ബക്കും വാഹിദ്, നിങ്ങളുടെ സ്രഷ്ടാവ് പരിപാലകൻ ഒന്നാണ്. ഇന്ന അബാക്കും വാഹിദ്, നിങ്ങളുടെ പിതാവ് ഒന്നാണ്. കുല്ലുക്കും മിൻ ആദമ വ ആദമ മിൻ തുറാബ്, നിങ്ങളെല്ലാം ആദമിൽ നിന്നും ആദം മണ്ണിൽ നിന്നുമാണ്. അല്ലാഹു ഒരുവനാണ്, അതുല്യനാണ്, അവനാണ് സൃഷ്ടാവ്. ലോകത്തിന്റെ സൃഷ്ടാവ് ഒന്ന്. ഇന്ന് ലോകത്ത് ഏത് നാട്ടിൽ ജീവിക്കുന്നവരാണെങ്കിലും, ഏത് ഭാഷ സംസാരിക്കുന്നവരാണെങ്കിലും, ഏത് മതവിശ്വാസം ഉൾക്കൊള്ളുന്നവരാണെങ്കിലും സൃഷ്ടാവ് ഒന്ന്. ആരാണവൻ? ഖുൽ, പറയുക, ഹുവല്ലാഹു അഹദ്, അവനാണ് അല്ലാഹു, അവൻ അതുല്യനാണ്, ഒരുവനാണ്, അല്ലാഹുവെ പോലെ മറ്റാരുമില്ല. മറ്റൊരിടത്ത് ലൈസ കമിസ്ലിഹി ശൈഉൻ വഹുവ സമീഉൽ ബസീർ, അവനെപ്പോലെ യാതൊന്നുമില്ല, അവനെല്ലാം കേൾക്കുന്നവനും എല്ലാം കാണുന്നവനുമാണ്. അപ്പൊ അള്ളാഹുവിന് തുല്യമായി യാതൊന്നുമില്ല എന്നതുകൊണ്ട് തന്നെ അള്ളാഹുവിന് അർപ്പിക്കുന്ന ആരാധനകൾ അതിന് സമാനമായി മറ്റാർക്കും അർപ്പിക്കാനും പാടില്ല. അതാണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അഥവാ സഹായം തേടുന്നു എന്ന് പറയുന്നതിന്റെ പൊരുൾ. സൂറത്തുൽ ഇസ്രായിലെ 46-ാമത്തെ ആയത്തിൽ കാണാം, وَإِذَا ذَكَرْتَ رَبَّكَ فِي الْقُرْآنِ وَحْدَهُ وَلَّوْا عَلَى أَدْبَارِهِمْ نُفُورًا, ഒരു സംഘം ആളുകളുണ്ട് ഖുർആനിൽ നീ നിന്റെ റബ്ബിനെ കുറിച്ച് മാത്രമായി പറയുമ്പോൾ അവർ പിന്തിരിഞ്ഞ് വിരളിയെടുത്തോടുന്നത് കാണാം. അത് യാഥാർത്ഥ്യത്തിൽ നിന്ന് അകലുന്നവരുടെ ലക്ഷണമാണ്. അർഹതയുള്ളവരെ മാത്രം ആരാധിക്കുന്നവർ ഏകദൈവാരാധകരായിരിക്കും, അവനെ മാത്രം വിളിച്ചു തേടുന്നവരായിരിക്കും, അവരിൽ മാത്രം പരമേൽപ്പിക്കുന്നവരായിരിക്കും. അതല്ലാത്തവരോ وَإِذَا ذُكِرَ اللَّهُ وَحْدَهُ اشْمَأَزَّتْ قُلُوبُ الَّذِينَ لَا يُؤْمِنُونَ بِالْآخِرَةِ, അന്തിമനാളിൽ യഥാർത്ഥ വിശ്വാസമില്ലാത്തവരുടെ ഹൃദയങ്ങൾ അള്ളാഹുവെ കുറിച്ച് മാത്രം പറയപ്പെടുമ്പോൾ ആരാധന അള്ളാഹുവിന് മാത്രമേ നൽകാവൂ, പ്രാർത്ഥന അള്ളാഹുവോട് മാത്രമേ പാടുള്ളൂ, അവന്റെ പേരിൽ മാത്രമേ സത്യം ചെയ്യാവൂ, അവന് മാത്രമേ ബലിയർപ്പിക്കാവൂ, അവന് മാത്രമേ നേർച്ചകൾ നേരാവൂ എന്നിത്യാദി കാര്യങ്ങൾ പറയുമ്പോൾ അവരുടെ ഹൃദയങ്ങൾ ചൊളിഞ്ഞു പോകും, ദുസ്സഹമായി പോകും. വഇദാ ദുക്കിറല്ലദീന മിൻ ദൂനിഹി ഇദാ ഹും യസ്തബ്ശിറൂൻ, അള്ളാഹുവിന്റെ കൂടെ മറ്റുള്ളവരെയും പറയുമ്പോൾ അവരതാ സന്തുഷ്ടരാകുന്നു. ഇത് ലോകത്ത് എക്കാലത്തുമുള്ളതാണ്. ഈ പ്രപഞ്ചത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ കാണാം, നമ്മുടെ ആദിപിതാവ് ആദം അലൈഹിസ്സലാം, അദ്ദേഹം അള്ളാഹുവെ മാത്രമാണ് ആരാധിച്ചത്. അദ്ദേഹത്തിന്റെ മക്കൾ അള്ളാഹുവെ മാത്രമാണ് ആരാധിച്ചത്. അവരുടെ മക്കളുമെല്ലാം അള്ളാഹുവെ മാത്രം ആരാധിച്ചു. 10 തലമുറ അങ്ങനെ മാത്രമായിരുന്നു. 10 തലമുറ കഴിഞ്ഞാണ് ലോകത്താദ്യമായി ഒരു സൃഷ്ടി ആരാധിക്കപ്പെടുന്നത്. വട്ട് എന്നു പേരുള്ള ഒരു മഹാൻ മരണമടഞ്ഞു.
അദ്ദേഹം മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തെ അങ്ങേയറ്റം സ്നേഹിച്ച ചില ആളുകളെ പിശാച് സ്വാധീനിക്കുകയും അദ്ദേഹം മരണപ്പെട്ടില്ല എന്ന് അവരെ വരുത്തുകയും അങ്ങനെ അദ്ദേഹത്തോടുള്ള ആദരവ് അതിരുകവിഞ്ഞ് ആരാധനയിലെത്തിയ ചില ആളുകൾ അദ്ദേഹത്തിന്റെ മക്കബറയിൽ ചെന്ന് ഭജനമിരിക്കുകയും അവിടെ അദ്ദേഹത്തിന്റെ ശില്പമുണ്ടാക്കി വെക്കുകയും അള്ളാഹുവിലേക്ക് അടുപ്പിക്കാനെന്ന് ന്യായം പറഞ്ഞ് അള്ളാഹുവിൽ ഇദ്ദേഹം നമുക്ക് വേണ്ടി അനുകൂലമായി ശുപാർശ പറയും എന്ന് തെറ്റിദ്ധരിച്ച് അള്ളാഹുവിന് മാത്രം അർപ്പിക്കേണ്ട ആരാധന ആദ്യമായി വത്തിന് മുമ്പാകെ സമർപ്പിച്ചു. പിന്നെ വേറൊരു നാട്ടിൽ സുവാവ് വന്നു, യഹൂസ് വന്നു, യഹൂക്ക് വന്നു, നസർ വന്നു. അങ്ങനെ അനുകരണങ്ങൾ പലയിടത്തുമുണ്ടായി. ലോകത്താദ്യമായി ബഹുദൈവാരാധന വന്നു. ബഹുദൈവാരാധന വരേണ്ട താമസം സർവശക്തനായ അള്ളാഹു, കാരുണ്യവാനായ അള്ളാഹു എന്തു ചെയ്തു? വലഖദ് അർസൽനാ നൂഹൻ ഇലാ ഖൗമിഹി, തന്റെ ജനതയിലേക്ക് അവരുടെ നൂഹ് അലൈഹി ഇസ്ലാമിനെ തന്റെ ജനതയിലേക്ക് നാം നിയോഗിച്ചു. ഇന്നീ ലക്കും നദീറുൻ മുബീൻ, തീർച്ചയായും ഞാൻ വ്യക്തമായ താക്കീതുകാരനാണ് എന്ന് നൂഹ് അലൈഹി ഇസ്ലാം ആദമിന്റെ 10ാമത്തെ തലമുറയിൽ ആ ജനതയോട് പറഞ്ഞു. അദ്ദേഹം അവരോട് ഉദ്ഘോഷിച്ചു, അല്ലാ തഅബുദൂ ഇല്ലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവെ അല്ലാതെ മറ്റാരെയും ആരാധിക്കാൻ പാടില്ല. ഇന്നി അഖാഫു അലൈക്കും അദാബ യൗമിൻ അലീം, വേദനയേറിയ ഒരു ദിവസത്തിന്റെ ശിക്ഷ ഞാൻ നിങ്ങൾക്ക് ഭയപ്പെടുന്നു. ലോകത്താദ്യമായി ഒരു പ്രവാചകൻ കടന്നു വന്നു. നൂഹ് അലൈഹി സ്വലാം വരുന്ന ഘട്ടത്തിൽ ഈ ലോകത്ത് ആദ്യമായി ബഹുദൈവാരാധന എന്ന സമ്പ്രദായം തുടങ്ങി. അതിനു മുമ്പ് ജനങ്ങൾ ഒറ്റക്കെട്ടായിരുന്നു, എല്ലാവരും അള്ളാഹുവെ മാത്രം ആരാധിച്ചു. ലോകത്തിന്റെ ഏത് ദിക്കിലും അവർക്ക് തങ്ങളെ സൃഷ്ടാവിനെ അറിയാമായിരുന്നു. അള്ളാഹുവാണ് തങ്ങളെ സൃഷ്ടിച്ചത് എന്നും അവനാണ് തങ്ങളെ പരിപാലിക്കുന്നത് എന്നും അവനാണ് ഭൂമിയെ വിധാനമാക്കിയത്, ആകാശത്തെ വേലാപ്പാക്കിയത്, ആകാശത്തു നിന്ന് മഴ ചൊരിയുന്നത്, ആ മഴ മുഖേന കനികൾ ഉൽപ്പാദിപ്പിച്ചത് അള്ളാഹുവാണ് എന്ന് അവർക്കറിയാമായിരുന്നു. അങ്ങനെ അള്ളാഹുവെ മാത്രം ആരാധിച്ചു പോന്ന ജനതയിൽ ചില തിന്മകളൊക്കെ കടന്നുകൂടി. അഹന്തയുണ്ടായി, അസൂയയുണ്ടായി, താൻപോരുമയുണ്ടായി, കലഹമുണ്ടായി, കൊലപാതകം വരെയുണ്ടായി. പക്ഷേ ബഹുദൈവാരാധന വളരെ വൈകിയാണ് കടന്നു വന്നത്. കാനന്നാസു ഉമ്മത്തൻ വാഹിദ, അള്ളാഹുവെ മാത്രം ആരാധിച്ച കാലത്ത് മനുഷ്യ ജനത ഒന്നാണ്. അർഹതയുള്ളവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് തീരുമാനിച്ചപ്പോൾ മനുഷ്യർക്കിടയിൽ വ്യത്യസ്ത മതങ്ങളില്ല, വ്യത്യസ്ത വിഭാഗങ്ങളില്ല, വർഗീയതയോ അതേപോലെ തന്നെ ശുഭലതയോ ആ നിലക്കുള്ള മറ്റേതെങ്കിലും അംഗീകരിക്കാൻ കഴിയാത്ത ഉച്ചനീചത്വങ്ങളോ ഒരിക്കലും അവർക്കിടയിൽ ഉണ്ടായിരുന്നില്ല. ഏകജനത. കാനന്നാസു ഉമ്മത്തൻ വാഹിദ, ഈ മനുഷ്യ സമൂഹം ഒരു ജനതയായിരുന്നു. എന്താ കാരണം? അവർക്കറിയാം തങ്ങളുടെ സൃഷ്ടാവ് ഒന്നാണ്, അവനെ മാത്രമേ ഞങ്ങൾ ആരാധിക്കാവൂ, അവനെ മാത്രമേ ഞങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കാവൂ, അവന് മാത്രമേ ഞങ്ങൾ നേർച്ചകൾ അർപ്പിക്കാവൂ എന്നവർക്കറിയാം. അങ്ങനെ കാനന്നാസു ഉമ്മത്തൻ വാഹിദ, ഈ ജനത ഏക ജനതയായിരുന്നു. പിന്നെ എന്തുണ്ടായി? അവർ വത്തിനെ ആരാധിച്ചു, സുവായിനെയും യഹൂസിനെയും പൂജിച്ചു. മരിച്ചുപോയ മഹാന്മാരുടെ മുന്നിൽ കുമ്പിടാനും അവരെ സ്തുതി ചെയ്യാനും അവരെ ആരാധിക്കാനും അവർക്ക് നേർച്ചകൾ നേരാനും തുടങ്ങി. ലോകത്ത് ബഹുദൈവാരാധന വന്നപ്പോൾ അങ്ങനെ തുലഞ്ഞു പോകട്ടെ എന്ന് തീരുമാനിക്കുന്നതിന് പകരം കാരുണ്യവാനായ അല്ലാഹു സത്യത്തെ തിരിച്ചറിയാൻ പ്രേരിപ്പിക്കുന്നതിന് വേണ്ടി തെളിവുകളുമായി പ്രവാചകന്മാർ നിയോഗിക്കുന്ന സമ്പ്രദായത്തിൽ തുടക്കം കുറിച്ചു. സദാഹു നബിയീൻ, അങ്ങനെ അല്ലാഹു നബിമാരെ നിയോഗിച്ചു. മുബശ്ശിരീന വമുൻദിരീൻ, സ്വർഗത്തെക്കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കുന്ന നബിമാർ, നരകത്തെക്കുറിച്ച് താക്കീത് ചെയ്യുന്ന നബിമാർ. പ്രിയപ്പെട്ടവരെ, എന്താണ് സ്വർഗം, എന്താണ് നരകം? തിൽക്കദ്ദാറുൽ ആഖിറ, അതത്രേ പാരത്രിക ഭവനം. നജാലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദ, ഈ ഭൂമിയിൽ ഔന്നത്യമോ കുഴപ്പമോ ആഗ്രഹിക്കാതെ നന്മയിലൂടെ ജീവിച്ച് വിനീതനായി താമസിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന സ്വർഗം, പരലോക ഭവനം, പാരത്രിക ഭവനം, അതാണ്. വലാഖിബത്തു ലിൽ മുത്തഖീൻ, ഭക്തിയുള്ളവർക്ക്, തഖ്വയുള്ളവർക്ക്, റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്ക്, ഏകദൈവാരാധനയുടെ അടിത്തറയിൽ ധാർമ്മിക ജീവിതം നിലനിർത്തുന്നവർക്ക് മാത്രമാണ് ശുഭപര്യവസാനം അഥവാ സ്വർഗമുള്ളത് എന്ന് വ്യക്തമായി പഠിപ്പിച്ചു. നേരെ മറിച്ച് സാക്ഷാൽ ആരാധനായ അല്ലാഹുവെ മറക്കുകയും കേവലം ശക്തികളെ ആരാധിക്കുകയും തങ്ങൾക്ക് തോന്നിയതുപോലെ ആരാധനകളും നേർച്ചകളുമെല്ലാം കൊണ്ടുവരികയും അങ്ങനെ തിന്മകളുടെ ജീവിതം നയിച്ച് ബഹുദൈവാരാധനയ്ക്ക് പിറകെ പലിശയുടെ വക്താക്കളായി വ്യഭിചാരികളും കള്ളുകുടിയന്മാരുമായി, കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പ് നടത്തുന്നവരുമായി, അക്രമികളും സ്വജനപക്ഷപാതികളുമായി, അധർമ്മത്തിന്റെയും തോന്നിവാസത്തിന്റെയും വക്താക്കളായി നുണ പറയുന്നവരും കള്ളന്മാരുമായി, കൊള്ളക്കാരും കൊട്ടേഷൻ ടീമുമായി അതപ്പതിച്ച ഒരു ജനത. അവരെ സംബന്ധിച്ചിടത്തോളം വല്ലദീന കഫറൂ
സത്യനിഷേധികൾ അവർ തിന്നുന്നതും ഭോഗിക്കുന്നതുമെല്ലാം കന്നുകാലികൾക്ക് സമാനമാണ്. വന്നാർ വസുവല്ലഹും, നരകാഗ്നിയാണ് അവർക്കുള്ള സങ്കേതം. അതുകൊണ്ട് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പരമകാരുണികനായ അള്ളാഹു സ്വർഗം പടച്ചു, കാരുണ്യവാനായ അള്ളാഹു നരകത്തെയും പടച്ചു. അവന്റെ നീതി നിലനിൽക്കുന്നതിന് വേണ്ടി സ്വർഗം വേണം, നരകം വേണം. അതുകൊണ്ട് ആദ്യമായി അള്ളാഹു സ്വർഗമാണ് പടച്ചത്. സ്വർഗത്തെ സൃഷ്ടിച്ചതിന് ശേഷം ഈ ഭൂമുഖത്തെ പടക്കുന്നതിന് മുമ്പായി അള്ളാഹു സ്വർഗത്തെ പടച്ചു, നരകാഗ്നിയെ പടച്ചു. അതിനു മുമ്പേ അള്ളാഹു മലക്കുകളെ സൃഷ്ടിച്ചിട്ടുണ്ട്. ജിബ്രീൽ ഇസ്ലാമിനെ വിളിച്ച് അള്ളാഹു കാര്യമറിയിച്ചു, ഞാനിതാ സ്വർഗം സൃഷ്ടിച്ചിരിക്കുന്നു, നീ അതൊന്ന് പോയി കാണണം. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം സ്വർഗം കാണാൻ വേണ്ടി യാത്രയായി. അദ്ദേഹം സ്വർഗത്തിന്റെ സുഖാനുഭൂതികൾ ഓരോന്നും കണ്ടു. എന്താണ് സ്വർഗം? അവിടുത്തെ മണൽത്തരികൾ എന്ന് പറഞ്ഞാൽ കസ്തൂരിയാണ്. അവിടുത്തെ ചരൽക്കല്ലുകൾ രത്നങ്ങളും പവിഴങ്ങളും മുത്തുകളുമാണ്. അവിടെയുള്ള ഓരോ മരങ്ങളും സ്വർണ്ണത്തിന്റെ കാണ്ഡങ്ങൾ, ആനച്ചെടികൾ പോലെ വലിയ ഇലകൾ, വർണ്ണരാജികൾ മാറി മറിഞ്ഞ് അവനെ ആനന്ദിപ്പിക്കുന്ന അതീവ സുന്ദരമായതാണ്. അതിന്റെ പൂക്കളുടെ പരിമളമാണെങ്കിൽ കൃത്യമായ സൗരഭ്യം പരത്തുന്നതാണ്. അങ്ങനെയുള്ള സ്വർഗത്തിന്റെ നയനാനന്ദകരമായ കാഴ്ചകൾ, അവിടുത്തെ ഹൃദ്യമായ അനുഭൂതികൾ, അവിടുത്തെ അങ്ങേയറ്റം അനുഭൂതിദായകമായ സൗരഭ്യം, ഇതെല്ലാം ജിബ്രീൽ അലൈഹിസ്സലാം ആസ്വദിച്ചു. അവിടെ അനുഭൂതികൾ മാത്രമേ ഉള്ളൂ. സ്വർഗത്തിലൊരു ചാട്ടമാറി വെക്കുന്ന സ്ഥലം പോലും ഈ മഹാപ്രപഞ്ചത്തെക്കാൾ എത്രയോ 100 മടങ്ങ് ആസ്വാദ്യകരമായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ആ സ്വർഗമാണ് ജിബ്രീൽ അലൈഹിസ്സലാം കണ്ടത്. അവിടെ കുടിപ്പിക്കപ്പെടുന്ന പാനീയത്തിന്റെ ഒരു തുള്ളിയെന്നാൽ ഈ ദുനിയാവിന്റെ ഏതെങ്കിലും ഒരു ബുക്കിലോ മൂലയിലോ ഇറ്റ് വീണിരുന്നുവെങ്കിൽ നാം എല്ലാം അത് ആസ്വദിക്കുമായിരുന്നു. ഈ പ്രപഞ്ചം മുഴുവൻ ആസ്വദിക്കാൻ മാത്രം ഹൃദ്യമായ പരിമളം പരത്തുന്നതാണ് സ്വർഗത്തിലെ അവിടുത്തെ സൗരഭ്യം, അവിടുത്തെ സുഗന്ധം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ആ സൗരഭ്യം ആസ്വദിച്ചുകൊണ്ട്, അതിന്റെ സൗന്ദര്യം നുകർന്നുകൊണ്ട്, അവിടുത്തെ ആട്ടുകട്ടലുകളും അവിടുത്തെ വലിയ വലിയ കൊട്ടാരങ്ങളും വൻസൗധങ്ങളും രുചികരമായ പാനീയങ്ങളും അങ്ങനെ മനോഹരമായ അനേകം ദൃശ്യങ്ങളും സ്വർഗസ്ത്രീകളും തരുണികളും സേവകന്മാരും അങ്ങനെ സ്വർഗത്തിന്റെ മുഴുവൻ ആനന്ദങ്ങളും കണ്ടാനന്ദിച്ച് മതിമറന്ന് ജിബ്രീൽ അലൈഹിസ്സലാം അള്ളാഹുവിന്റെ അരികിലേക്ക് തിരിച്ചു വന്നപ്പോൾ അള്ളാഹു ചോദിച്ചു, ജിബ്രീലെ എങ്ങനെയുണ്ട്, എന്താണ് നിന്റെ അഭിപ്രായം? ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, അള്ളാഹുവെ, സ്വർഗത്തെ കുറിച്ച് കേൾക്കുന്ന ഒരാളും സ്വർഗത്തിലെത്താതിരിക്കുകയില്ല. അത്രമാത്രം ഹൃദ്യവും അനുഭൂതിദായകവുമാണ് സ്വർഗം. ഒന്നുകൂടി കണ്ടുവരാൻ പറഞ്ഞു. രണ്ടാമത് ജിബ്രീൽ അലൈഹിസ്സലാം സ്വർഗം കാണുമ്പോൾ ഹുജിബത്തുൽ ജന്നത്തു ബിൽ മകാരിഹ്, സ്വർഗം ത്യാഗങ്ങൾ കൊണ്ട് വലയം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. സ്വർഗം എളുപ്പത്തിൽ ലഭിക്കുകയില്ല. ഖുർആൻ ചോദിച്ചുവല്ലോ, അം ഹസിബതും മൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബലികും മസ്സത്തുഹുൽ ബഅ്സാഉ വൽ-ളറാ വസൽസലൂ ഹത്താ യഖൂല റസൂലു വല്ലദീന ആമനൂ മഅഹു മതാ നസ്റുല്ലാഹ് അലാ ഇന്ന നസ്റല്ലാഹി ഖരീബ്. നിങ്ങൾ വിചാരിച്ചു സ്വർഗത്തിലേക്ക് ഓടിക്കയറാമെന്ന്? എല്ലാ തോന്നിവാക്കവും ചെയ്ത് കള്ളുകുടിയന്മാരായി, തട്ടിപ്പുകാരായി, നുണയന്മാരായി, ജനങ്ങളെ വഞ്ചിച്ച് ദുനിയാവിന് പ്രാധാന്യം കൊടുത്ത് പിശാചിന്റെ വഴിയിലൂടെ സഞ്ചരിച്ച് വളരെ എളുപ്പത്തിൽ അങ്ങ് സ്വർഗത്തിലേക്ക് കയറിപ്പോകാമെന്ന് ആരെങ്കിലും വിചാരിച്ചോ? ഇല്ല. ദുനിയാവിന്റെ ആസ്വാദനങ്ങൾ അവർ മുറിച്ചു കളയണം. അനുവദനീയമായത് മാത്രമേ അവർ ആസ്വദിച്ചുകൂടൂ. ഹറാമുകൾ മുഴുവൻ വർജിക്കണം. ആദ്യമായി ബഹുദൈവത്വം വർജിക്കണം. അതേപോലെ ഹറാമായ കാര്യങ്ങൾ എന്തെല്ലാം ഉണ്ട് വർജിക്കണം. ദുർഗുണങ്ങൾ ഒഴിവാക്കണം. തിന്മകൾ മുഴുവൻ ഒഴിവാക്കണം. അങ്ങനെ ത്യാഗപൂർണമായി നന്മയുടെ ജീവിതം നയിച്ച് ഏകദൈവാരാധനയുടെ അടിത്തറയിൽ അള്ളാഹുവെ മാത്രം വിളിച്ചു പ്രാർത്ഥിച്ച് അവന്റെ മുന്നിൽ മാത്രം സുജൂദ് ചെയ്ത് സൃഷ്ടികളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന സമ്പ്രദായം ഉപേക്ഷിച്ച് അവനൊരിക്കലും ഔലിയാക്കളെ വിളിക്കരുത്, അമ്പിയാക്കളെ വിളിക്കരുത്, ജിന്നുകളെ വിളിക്കരുത്, മലക്കുകളെ വിളിക്കരുത്, അമ്മമാരെ വിളിക്കരുത്, ഉമ്മമാരെ വിളിക്കരുത്, ബീവിമാരെ വിളിക്കരുത്, ബാബമാരെ വിളിക്കരുത്. അള്ളാഹുവെ മാത്രം വിളിച്ചു പ്രാർത്ഥിച്ച് ഏകദൈവാരാധനയുടെ അടിത്തറയിൽ ബഹുദൈവാരാധന മുച്ചൂടും ഉപേക്ഷിച്ചുകൊണ്ട് ജീവിക്കണം. വിദ്യാർത്ഥികൾ അഥവാ അള്ളാഹു മതമായി ആദർശമായി പഠിപ്പിച്ച കാര്യങ്ങൾ എന്താണോ അതല്ലാത്ത മറ്റൊന്നും ആദർശമായി കൊണ്ടുവരരുത്. വിദ്യാർത്ഥികൾ പുത്തനാചാരങ്ങൾ മുഴുവൻ വർദ്ധിക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അദ്ദേഹത്തിന്റെ ചര്യ, അദ്ദേഹം സഹാബത്തിലൂടെ ഇവിടെ നടപ്പാക്കിയ തനതായ ഇസ്ലാമിക ആദർശവും അനുഷ്ഠാനാചാരങ്ങളും അതുമാത്രം കൊണ്ടുവരുന്ന ആളുകളാരാണ്? സൽസ്വഭാവം സ്വീകരിക്കുകയും ദുഷ്സ്വഭാവങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുന്ന ആരാണ്? അതേപോലെ തിന്മകൾ ഒഴിവാക്കി നന്മയിലൂടെ ജീവിതം നയിക്കുന്ന ആരാണ്? അവർക്ക് മാത്രമാണ് ആ സ്വർഗം. അതുകൊണ്ട് സ്വർഗം ത്യാഗത്താൽ വലയം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഹുജിബത്തുൽ ജന്നത്തു ബിൽ മകാരിഹ്, സ്വർഗം ത്യാഗങ്ങൾ കൊണ്ട് വലയം ചെയ്യപ്പെട്ടിരിക്കുന്നു. എളുപ്പത്തിൽ സ്വർഗത്തിലെത്താൻ കഴിയില്ല. സ്വർഗം എന്താണെന്നും സ്വർഗത്തിലേക്ക് എത്താനുള്ള വഴി എന്താണ് എന്നും പഠിപ്പിക്കാൻ അല്ലാഹു പ്രവാചകന്മാരെ അയച്ചു. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. കാനന്നാസു ഉമ്മത്തൻ വാഹിദ,
ഈ മാനവ ജനത ഒന്നായിരുന്നു. അവിടെ അഭിപ്രായ വ്യത്യാസങ്ങളില്ല. ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ക്രിസ്ത്യാനിയെന്നോ ജൂതനെന്നോ ജൈനനെന്നോ മതമില്ലാത്തവരെന്നോ വേർതിരിയേണ്ടവരായിരുന്നില്ല അവർ. മുജാഹിദെന്നോ സുന്നിയെന്നോ ജമാഅത്തെന്നോ തബ്ലീഗെന്നോ ഇങ്ങനെ ഉപവിഭാഗങ്ങളും ജാതികളും ഉപമതങ്ങളുമായി പിരിയേണ്ടവരായിരുന്നില്ല അവർ. കാനന്നാസു ഉമ്മത്തൻ വാഹിദ, നിങ്ങളുടെ സത്താവെന്നാണ്. നിങ്ങളെല്ലാം അവനെ മാത്രം ആരാധിക്കുന്നവരാണ്. നിങ്ങളെല്ലാം അവന്റെ മാത്രം നിയമങ്ങൾക്ക് വിധേയമായി ജീവിക്കേണ്ടവരാണ് എന്ന് വരുമ്പോൾ ഏകജനങ്ങളാകുമായിരുന്നു. എന്നാൽ നിങ്ങളെപ്പോൾ ചിന്തിച്ചോ? അല്ലാഹു നബിയീൻ, അപ്പോൾ കാരുണ്യവാനായ അല്ലാഹു നബിമാരെ നിയോഗിച്ചു. മുബശ്ശിരീൻ, അവർ സ്വർഗത്തെക്കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കുന്നവരായി മാറി. വമുൻദിരീൻ, അവർ താക്കീത് ചെയ്യുന്നവരായി. എന്തിനെ കുറിച്ചാണ് താക്കീത്? ഇന്നല്ലദീന കഫറൂ ബിആയാതിന, നമ്മുടെ തെളിവുകളെ തള്ളുന്നവർ, പ്രമാണങ്ങളെ പിറകോട്ട് വലിച്ചെറിയുന്നവർ, തങ്ങൾക്ക് തോന്നിയതുപോലെ ജീവിക്കുന്നവർ, പാരമ്പര്യത്തെ അന്ധമായി പിന്തുടരുന്നവർ, അതേപോലെ തന്നെ പുരോഹിതന്മാരുടെ വാക്കുകൾക്ക് അള്ളാഹുവിന്റെ നിയമങ്ങളെക്കാളും പ്രവാചകന്മാർ പഠിപ്പിച്ച ആദർശത്തെക്കാളും പ്രാധാന്യം നൽകുന്നവർ, ഭൂരിപക്ഷത്തെ മതിക്കുന്നവർ, അങ്ങനെ സത്യത്തിന്റെ യഥാർത്ഥ മാനദണ്ഡങ്ങളെ അവഗണിക്കുകയും വ്യാജ മാനദണ്ഡങ്ങളുടെ പിറകെ ഇബ്ലീസിന്റെ വഴിയെ സഞ്ചരിക്കുകയും ചെയ്ത ആളുകൾ ആരാണോ, അങ്ങനെ ദൃഷ്ടാന്തങ്ങളെയും തെളിവുകളെയും തള്ളിയവർ, ഇന്നല്ലദീന കഫറൂ ബിആയാതിനാ സൗഫ നുസ്ലിഹിം നാറ, അവരെ നാം നരകത്തിൽ കരിച്ചു കളയും. കുല്ലമാ നബിജത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ ലിയദൂഖുൽ അദാബ്, അങ്ങനെ ആ നരകാഗ്നി അവരുടെ തൊലികളെ കരിച്ചു കളയുമ്പോൾ പുതിയ പുതിയ തൊലികൾ അവർക്ക് നൽകപ്പെടുമെന്നാണ് പഠിപ്പിച്ചത്. പ്രിയപ്പെട്ടവരെ, സ്വർഗം സത്യമാണ്, അതേപോലെ നരകവും സത്യമാണ്. എന്താണ് നരകമെന്നറിയാമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഇന്നാഹു വന അദാബൻ നാരി ജംറതാൻ, ഇന്നാഹു വന അദാബിൻ നാരി ജംറതാൻ, നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ എന്ന് പറയുന്നത് രണ്ട് ചുടുകല്ലുകളാണ്, രണ്ട് ചെരുപ്പുകൾ. ചെരുപ്പുകൾക്ക് പകരം രണ്ട് കല്ലുകൾ വെച്ചതിൽ കയറി നിൽക്കാൻ ആവശ്യപ്പെടും. അതിൽ നിന്ന് ആ കല്ലുകൾ മുഖേന അവന്റെ തലച്ചോറ് അഗ്നിപർവ്വതം പൊട്ടിയൊഴുകുന്ന പോലെ തിളച്ചു മറിയാൻ തുടങ്ങും. അല്ലാഹുവേ, എന്റെ പേരിൽ ഏറ്റവും ചെറിയ തിന്മകൾ മാത്രമേ ഉള്ളൂവല്ലോ, എന്നിട്ടും നീ എന്താണ് നരകത്തിലെ ഏറ്റവും കഠിനകഠോരമായ ശിക്ഷ തന്നെ എനിക്ക് നൽകിയിരിക്കുന്നത് എന്ന് വിലപിച്ച് മറുപടി കൂട്ടുന്നവൻ. അപ്പോൾ അല്ലാഹു പറയും, ഒരിക്കലും നരകത്തിലെ ഏറ്റവും വലിയ ശിക്ഷയല്ല, ഇത് ഏറ്റവും നിസ്സാരമായ ശിക്ഷയാണ്. പ്രിയപ്പെട്ടവരെ, നരകത്തിലെ ഏറ്റവും നിസ്സാരമായത് എന്ന് പറഞ്ഞാൽ അത് ഈ പ്രപഞ്ചത്തിലെ അഗ്നിയുടെ ഏറ്റവും വലിയ ചൂടേറിയ അഗ്നി നാം കൊണ്ടുവന്നാൽ അതിന്റെ 70 ഇരട്ടിയാണ് നരകത്തിന്റെ ഏറ്റവും നിസ്സാരമായത്. അതിൽ നിന്നുള്ള ചുട്ടുകൊള്ളുന്ന ഒരു ചെരുപ്പ്, രണ്ട് കല്ലുകൾ, ആ കല്ലുകൾ ചെരുപ്പുകളാക്കി മാറ്റുകയും അവനോടതിൽ കയറി നിൽക്കാൻ പറയുകയും ചെയ്യും. അപ്പോൾ അവന്റെ തലച്ചോറ് ആകമാനം തിളച്ചു മറിയുന്നു. നാം അംഗീകരിച്ചാലുമില്ലെങ്കിലും കത്തിച്ചൊലിക്കുന്ന സൂര്യനെ പടച്ച അല്ലാഹു തന്നെ പറഞ്ഞിരിക്കുന്നു, നരകാഗ്നിയുടെ വശത്തിരിക്കുന്നു. കാഫിരീൻ, നിഷേധികൾക്ക് വേണ്ടിയാണ് നരകം അവൻ സജ്ജമാക്കി വെച്ചിരിക്കുന്നത്. ആ നരകം അത് അതീവ കഠിനമായി ജ്വലിച്ചുകൊണ്ടിരിക്കും. അല്ലേ, 1000 വർഷങ്ങൾ അത് കത്തിച്ചൊലിക്കും, അങ്ങനെ അത് വെളുത്തു വരും. വീണ്ടും 1000 വർഷങ്ങൾ അത് കത്തിച്ചൊലിക്കും, അങ്ങനെ അത് ചുവന്നു വരും. വീണ്ടും 1000 വർഷങ്ങൾ കത്തിച്ചൊലിക്കും, അങ്ങനെ അത് കറുത്തതായി മാറും. അങ്ങനെ ആ ചാരത്തിനു പിറകെ നമുക്കൊരിക്കലും സങ്കല്പിക്കാൻ കഴിയാത്ത അത്യസ്തമായി അത് ജ്വലിച്ചു കളയുമ്പോൾ, ആ ജ്വലിച്ചു തിളയ്ക്കുന്ന കരിച്ചു കളയുന്ന തലയുടെ ബലവത്തായ തൊലിയെപ്പോലും കരിച്ചു കളയുന്ന ആ നരകാഗ്നിയിലേക്ക് അല്ലാഹുവെ തള്ളിക്കളഞ്ഞ ആളുകൾ, തോന്നിയതുപോലെ ജീവിച്ചവർ, സൃഷ്ടികളെ ആരാധിച്ചവർ, തിന്മയിലൂടെ ജീവിതം കൊണ്ടുപോയവർ, പിശാചിനെ പൂജിച്ചവർ, അവരെ സംബന്ധിച്ചിടത്തോളം അവരെ കാത്തിരിക്കുന്നത് എന്താണ്? ആ നരകാഗ്നിയിൽ ഏറ്റവും നിന്ദ്യമായ കാഴ്ചകൾ മാത്രമാണ്. അവിടെ ഭീമാകാരമായ ചങ്ങലകളാണ്. ആ ചങ്ങലകൾ അവരുടെ പിൻഭാഗങ്ങളിലൂടെ പ്രവേശിപ്പിക്കുകയും എന്നിട്ട് കഴുത്തിലൂടെ പുറത്തു കൊണ്ടുവന്ന് എവിടെ നരകത്തിയിൽ അവരെ കരിച്ചു കളയുകയും ചെയ്യും. അതേപോലെ മുഖം കുത്തി അപമാനിതരായി നടക്കേണ്ട സാഹചര്യമാണ്. ഭീമാകാരമായി ഇരുമ്പിന്റെ ദണ്ടുകൾ കൊണ്ട് അവരെ തലങ്ങും വിലങ്ങും പ്രഹരിക്കാനുള്ള മലക്കുകളുണ്ട്. അവരെ ആകമാനം കരിച്ചു കളയുന്ന ചുട്ടുകൊള്ളുന്ന വെള്ളവുമായി അവിടെ നദിയുണ്ട്, രക്തപ്പുഴകളുണ്ട്. അതേപോലെ തന്നെ നമുക്കൊരിക്കലും സങ്കല്പിക്കാൻ കഴിയാത്ത, ഒരിക്കലും വിശപ്പ് കിട്ടാത്ത അവന്റെ വേദനയും ചൂടും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പാനീയവും ഭക്ഷണവും പഴങ്ങളും, അങ്ങനെ നിന്യമായ അപമാനങ്ങൾ മാത്രമാണ് ഓരോ നിഷേധിയെയും ഓരോ കപട വിശ്വാസിയെയും നരകത്തിൽ വീഴേണ്ടി വരുന്ന ഓരോരുത്തരെയും കാത്തിരിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം അത് താക്കീത് ചെയ്യാൻ വേണ്ടി കാരുണ്യവാനായ അല്ലാഹു നരകം സത്യമാണ് എന്ന് ബോധ്യപ്പെടുത്താൻ
കൊടുക്കാനും എങ്ങനെയാണ് നരകത്തിൽ നിന്ന് രക്ഷപ്പെടേണ്ടത് എന്ന് പഠിപ്പിക്കാനും പ്രവാചകന്മാരെ പറഞ്ഞയച്ചു. അള്ളാഹു നബിമാരെ അയച്ചു സ്വർഗത്തെക്കുറിച്ച് സന്തോഷം അറിയിക്കുവാൻ, നരകത്തെക്കുറിച്ച് താക്കീത് ചെയ്യുവാൻ. നാം അതിനെ പരിഹസിച്ചാലും നിസ്സാരമാക്കിയാലും, നാം സ്വർഗത്തെ പുച്ഛിച്ചാലും നരകത്തെ അവഗണിച്ചാലും നരകം സത്യമാകാതിരിക്കില്ല, സ്വർഗം സത്യമാകാതിരിക്കില്ല. തോന്നിയതുപോലെ ജീവിച്ചവർ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകയില്ല, സത്യവിശ്വാസികൾ സ്വർഗത്തിൽ നിന്ന് രക്ഷപ്പെടുകയുമില്ല. അങ്ങനെ സ്വർഗത്തെക്കുറിച്ച് സന്തോഷം അറിയിക്കാനും നരകത്തെക്കുറിച്ച് താക്കീത് ചെയ്യാനും വേണ്ടി കാരുണ്യവാനായ അല്ലാഹു പ്രവാചകന്മാരെ നിയോഗിച്ചു. എന്നിട്ട് ജനങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായ വിഷയങ്ങളിൽ തീർപ്പ് കൽപ്പിക്കുന്നതിനു വേണ്ടി അല്ലാഹു ആ പ്രവാചകന്മാർക്ക് കിതാബ് അവതരിപ്പിച്ചു. ലോകത്ത് എത്ര പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ടോ ആ പ്രവാചകന്മാർക്ക് എല്ലാം അള്ളാഹു കിതാബ് കൊടുത്തു. അന്തിമ പ്രവാചകനായി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു. അള്ളാഹുവിന്റെ കലാം തന്നെ അദ്ദേഹത്തിന് കിതാബായി കൊടുത്തു, ഖുർആൻ. അങ്ങനെ സൃഷ്ടിയല്ലാത്ത അള്ളാഹുവിന്റെ കലാമായ ഖുർആനിനെ ദൃഷ്ടാന്തമായും തെളിവുകളായും അള്ളാഹു സമർപ്പിച്ചു. അങ്ങനെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ അള്ളാഹു മാതൃഭാഷ മാത്രം സംസാരിക്കാൻ അറിയാവുന്ന പ്രാകൃതരായ ഒരു ജനതയിൽ, നിരക്ഷരായ ഒരു ജനതയിൽ അവരിൽ നിന്നുള്ള ഒരു റസൂലിനെ അള്ളാഹു നിയോഗിച്ചു. അള്ളാഹുവിന്റെ ആയത്തുകൾ, ഖുർആനായത്തുകൾ അവർ ഓതിക്കേൽപ്പിക്കുന്നു, അദ്ദേഹം ഓതിക്കേൽപ്പിക്കുന്നു. വന്നിട്ട് അവരെ ശുദ്ധീകരിക്കുന്നു. ബഹുദൈവാരാധനയിൽ നിന്ന് ഏകദൈവാരാധനയിലേക്ക് കൊണ്ടുവന്നു. ഹറാമുകളിൽ നിന്ന് ഹലാലുകളിലേക്കും പുണ്യങ്ങളിലേക്കും കൊണ്ടുവന്നു. തിന്മകളിൽ നിന്ന് നന്മയിലേക്ക് കൊണ്ടുവന്നു. എഴുത്തുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നു. വിദ്യാർത്ഥികളിൽ നിന്ന് സുഹൃത്തുക്കളിലേക്ക് കൊണ്ടുവന്നു. നരകത്തിന്റെ ഏറ്റവും അക്രമത്തിന്റെയും അനീതിയുടെയും വഴിയിൽ നിന്ന് സ്വർഗത്തിന്റെ നീതിയുടെയും നന്മയുടെയും വഴിയിലേക്ക് അദ്ദേഹം കൊണ്ടുവന്നു. യസ്അലുഅലൈഹിം ആയാതിഹി വയുസക്കീഹിം, അദ്ദേഹം ഖുർആനിന്റെ ആയത്തുകൾ ഓതിക്കേൽപ്പിക്കുകയും അവരെ ശുദ്ധീകരിക്കുകയും ചെയ്തു. വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, കിതാബും ഹിക്മത്തും ഖുർആനും സുന്നത്തും അവരെ പഠിപ്പിച്ചു. വഇൻ കാനൂ മിൻ ഖബ്ലി ലഫീ ളലാലിൻ മുബീൻ, അതിനു മുമ്പ് അവർ വ്യക്തമായ വഴികേടിലായിരുന്നു. വഴിയറിയാത്ത കാലത്ത് വഴികേടിൽ പെട്ടുപോയെങ്കിൽ മരണം വരെയും അങ്ങനെ തന്നെ പോകേണ്ടവരല്ല ബുദ്ധിയുള്ള മനുഷ്യൻ. മറിച്ച് ജിന്നിനെയും ഇൻസിനെയും എന്നെ മാത്രം ആരാധിക്കാൻ വേണ്ടിയല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല എന്ന് അല്ലാഹു വ്യക്തമാക്കി. അതുകൊണ്ട് നമ്മുടെ ആരാധനകൾ, ആരാധനയുടെ മർമ്മമായ പ്രാർത്ഥന, സഹായഘട്ടം അത് അല്ലാഹുവോട് മാത്രമായിരിക്കണം. മലക്കുകളെ വിളിച്ചു പ്രാർത്ഥിച്ചുകൂടാ, ജിന്നുകളെ വിളിച്ചു പ്രാർത്ഥിച്ചുകൂടാ, അമ്പിയാക്കളെ വിളിച്ചു പ്രാർത്ഥിച്ചുകൂടാ, ഔലിയാക്കളെ വിളിച്ചു പ്രാർത്ഥിച്ചുകൂടാ. തങ്ങന്മാരെയും ബീവിമാരെയും വിളിക്കരുത്, ഉമ്മമാരെയും ഉമ്മച്ചമാരെയും വിളിക്കരുത്. വനമ്പത്തടിഞ്ഞ ബീവിയെ വിളിച്ചാലും, ഉള്ളാളെ തങ്ങളെ വിളിച്ചാലും, ഭീമാപ്പള്ളി ഉമ്മയെ വിളിച്ചാലും, അതേപോലെ തന്നെ മൗലവി ശേഖനെ വിളിച്ചാലും, റഫായി ശേഖനെ വിളിച്ചാലും അതെല്ലാം ഏകദൈവാരാധനയ്ക്കെതിരായി മാറുകയും ഖുതുബിയത്ത് നടത്തുന്നവരും മൗലവി ശേഖനെ വിളിച്ചു തേടുന്നവരും ഈ റബീഉൽ ആഖിർ മാസത്തെ തങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അപമാനകരമായ മാസമാക്കി പരിവർത്തിപ്പിക്കുന്നവരായിത്തീരുമെന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അന്നൽ മസാജിദിലില്ല, പള്ളികളെല്ലാം അല്ലാഹുവിനാണ്. അല്ലാഹുവിന്റെ കൂടെ മറ്റൊരാളെയും നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കരുത്. ഈ യാഥാർത്ഥ്യം പഠിപ്പിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിന്റെ ആയത്തുകൾ ഓതി. അതാണ് പറഞ്ഞത്, ജനങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയത്തിൽ തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടി അല്ലാഹു വേദഗ്രന്ഥം അവതരിപ്പിച്ചു. എന്നിട്ടോ وما اختلف فيه إلا الذين أوتوه من بعد ما جاءتهم البينات بغيا بينهم. ഇങ്ങനെ പ്രവാചകന്മാരിലൂടെ, ഗ്രന്ഥങ്ങളിലൂടെ തെളിവുകൾ വ്യക്തമായതിനു ശേഷം പിന്നെയും ജനങ്ങൾ ഭിന്നിച്ചിട്ടില്ല, പല മതങ്ങൾ സ്വീകരിച്ചിട്ടില്ല, പല കക്ഷികളായി മാറിയിട്ടില്ല. തോന്നിവാസമായിക്കൊണ്ടല്ലാതെ എല്ലാ ഗ്രൂപ്പുകളും തോന്നിവാസത്തിന്റെ പിന്നാലെ ഉണ്ടായതാണ്. ഭൗതിക താല്പര്യങ്ങളുടെ പിന്നാലെ വന്നതാണ്. സാമ്പത്തിക താല്പര്യങ്ങളുടെയും അധികാര താല്പര്യങ്ങളുടെയും പിന്നാലെ ഉണ്ടായതാണ്. ആത്മാർത്ഥമായി സത്യത്തെ പുൽകുന്നവർ ഒരിക്കലും ചിതറിപ്പോകേണ്ട ആവശ്യമില്ല. തെളിവുകൾ വന്നതിനു ശേഷം ഭിന്നിച്ചവർ ദഹയും ബൈനഹും, അവർക്കെതിരെയുള്ള തോന്നിവാസം മാത്രമാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ തോന്നിവാസത്തിന്റെ മാർഗം ഉപേക്ഷിക്കുകയും തെളിവിന്റെ മാർഗം അവലംബിക്കുകയും ചെയ്യുക എന്നത് മാത്രമാണ് കരണീയമായിട്ടുള്ളത്. എന്നിട്ട് പറഞ്ഞു സത്യവിശ്വാസികളായ ആളുകൾക്ക് അവർ അഭിപ്രായ ഭിന്നതയിലായ വിഷയത്തിൽ തീർപ്പ് കൽപ്പിക്കുന്നത് അല്ലാഹുവാണ്. നേർമാർഗത്തിലേക്ക് നയിക്കുന്നതും അല്ലാഹു. അല്ലാഹു എങ്ങനെ തീർപ്പ് കൽപ്പിക്കും? സത്യത്തെ തള്ളാതെ അസത്യത്തെ വർദ്ധിക്കുവാനും സത്യം ഉൾക്കൊള്ളാനും എങ്ങനെ അല്ലാഹു സഹായിക്കും? ഖുർആൻ ചോദിക്കുന്നു, കൈഫ തക്ഫുറൂൻ, ഒരു മനുഷ്യരെ നിങ്ങൾ എങ്ങനെയാണ് സത്യത്തെ തള്ളുക?
നിങ്ങൾ സത്യത്തെ തള്ളി പല പാർട്ടികളായി, പല ഗ്രൂപ്പുകളായി, പല കക്ഷികളായി തമ്മിൽ തല്ലേണ്ടവരും പോരടിക്കേണ്ടവരുമായി മാറുക എങ്ങനെയാണ്? അതിന്റെ ആവശ്യമില്ല. കാരണം എന്താണ് എന്നറിയാമോ? നിങ്ങൾ അല്ലാഹുവിന്റെ ആയത്തുകൾ, ഖുർആൻ ആയത്തുകൾ ഓതി കേൾക്കുന്നവരാണ്. വഫീകും റസൂൽ, നിങ്ങളിലാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്നത്. അതുകൊണ്ട് നിങ്ങളിൽ അല്ലാഹുവിന്റെ ആയത്തുകൾ അഥവാ ഖുർആനുണ്ട്, നിങ്ങളിൽ അല്ലാഹുവിന്റെ റസൂൽ അഥവാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലത്തുണ്ട്. നമ്മുടെ മുന്നിൽ സ്വഹീഹ് ബുഖാരിയുണ്ട്, സ്വഹീഹ് മുസ്ലിമുണ്ട്, അതേപോലെ തന്നെ തിർമിദിയുടെ മുസ്നദുണ്ട്, ഇമാം അഹ്മദിന്റെ മുസ്നദുണ്ട്, നസായിയുടെയും ഇബ്നു മാജഹുടെയും സുന്നത്തുകളുണ്ട്. അങ്ങനെ അനേകം സ്വഹീഹായ ഹദീസുകൾ തിരിച്ചറിയാവുന്ന വിധത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവും ആദർശവും സംസ്കാരവും സ്വഭാവചര്യകളും നമ്മുടെ മുൻപാകെയുണ്ട്. വാൻതും തുതരാലിക്കും ആയാത്തുള്ളാഹി വഫീകും റസൂലു, നിങ്ങൾ അല്ലാഹുവിന്റെ ആയത്തുകൾ ഓതി കേൾക്കുകയും അല്ലാഹുവിന്റെ റസൂൽ നിങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കുകയും ചെയ്യവേ എങ്ങനെയാണ് നിങ്ങൾ വൈദഗ്ധ്യക്കാപ്പറുകളായി മാറുക, നിഷേധികളായി മാറുക? വമൻ യഅതസിം ബില്ലാഹി ഫഖദ് ഹുദിയ ഇലാ സിറാത്തിൻ മുസ്തഖീം, നിങ്ങൾ അല്ലാഹുവെ ആരാണോ മുറുകെ പിടിക്കുന്നത് അവർ നേർമാർഗത്തിലേക്ക് നയിക്കപ്പെട്ടു. അപ്പൊ അള്ളാഹു മുറുകെ പിടിക്കണമെങ്കിൽ ഖുർആൻ ആയത്തുകളും സുന്നത്തും ചെറുത്താലുമാരത് പഠിപ്പിച്ചു. അതാണ് നിങ്ങൾ അള്ളാഹുവിന്റെ ആയത്തുകൾ കേൾക്കുന്നു, നിങ്ങളിൽ അള്ളാഹുവിന്റെ റസൂലുണ്ട്. എന്നാൽ നമ്മൾ ഇന്ന് അള്ളാഹുവിന്റെ ആയത്തുകളുടെ കൂടെയാണോ, അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെയാണോ? ഖുർആൻ ആയത്തുകൾ അവലംബിക്കുന്നവർ, അള്ളാഹുവിന്റെ റസൂലിനെ അവലംബിക്കുന്നവർ എങ്ങനെയാണ് മൊയ്തീസയെ രക്ഷിക്കണേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക? എങ്ങനെയാണ് ബദരീങ്ങളെ കാക്കണേ എന്ന് പറയുക? എങ്ങനെയാണ് മയ്യത്തുകളെ പൂജിക്കുക? എങ്ങനെയാണ് മക്ബറകൾ കെട്ടിപ്പൊക്കുക? ഒരിക്കലും അതൊരു മുസ്ലിമിന് ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. ബുദ്ധിയുള്ള ഒരു മനുഷ്യനിലും അതുണ്ടാകാൻ പാടില്ലാത്തതാണ്. യാ അയ്യുഹന്നാസു, മനുഷ്യരെ, ഉഅ്ബുദൂ റബ്ബക്കും, നിങ്ങൾ ആരാധിക്കേണ്ടത് നിങ്ങളുടെ സത്താവും സംരക്ഷകനുമായ നിങ്ങളുടെ റബ്ബിനെ തന്നെയായിരിക്കണം. ലഅല്ലക്കും അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ, അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചത്, അവനാണ് നിങ്ങളുടെ മുമ്പുള്ളവരെ സൃഷ്ടിച്ചത്. അവനെ മാത്രം ആരാധിച്ചാൽ ഇവിടെ തഖ്വ നിലനിൽക്കും. അല്ലദീ ജഅല ലക്കും അൽ ഫിറാശ, അവൻ നിങ്ങൾക്ക് ഭൂമിയെ വിരിപ്പാക്കി തന്നു. വസ്സമാഅ ബിനാഹ, ആകാശത്തെ എടുപ്പാക്കി തന്നു. വഅൻസല മിനസ് സമാഇ മാ, ആകാശത്ത് നിന്ന് മഴ ചൊരിഞ്ഞു. ആ മഴ മുഖേന നിങ്ങൾക്ക് അവൻ കനികൾ ഉൽപ്പാദിപ്പിച്ചു തന്നു, നിങ്ങൾക്ക് ഭക്ഷണമായി. അതുകൊണ്ട് നിങ്ങൾ കാര്യബോധമുള്ളവരാണെങ്കിൽ അള്ളാഹുവിന് പങ്കാളികളെ വെക്കരുത്. അള്ളാഹുവെ എന്ന് വിളിക്കുന്ന നാവുകൊണ്ട് മുഹമ്മദ് നബിയെ കാക്കണേ എന്ന് വിളിക്കരുത്. പരമകാരുണികനായ സത്താവെ സഹായിക്കണേ എന്ന് വിളിക്കുന്ന നാവുകൊണ്ട് മൊയ്തീസയെ രക്ഷിക്കണേ എന്ന് വിളിക്കരുത്. എന്ന് വിളിച്ച് നമ്മുടെ ഈമാൻ തള്ളിക്കളയരുത്. അള്ളാഹുവിനെ മാത്രം വിളിച്ചു തേടുന്ന നാവുകൊണ്ട്, അവന്റെ മുമ്പാകെ വിതുമ്പിക്കരയുന്ന നാവുകൊണ്ട്, ഹൃദയം കൊണ്ട് ഒരിക്കലും സൃഷ്ടികളുടെ മുമ്പാകെ നാം വിതുമ്പാൻ പാടില്ല, കുമ്പിടാൻ പാടില്ല, സുജൂദ് ചെയ്യാൻ പാടില്ല, വിളിച്ചു തേടാൻ പാടില്ല, ആരാധന അർപ്പിക്കാൻ പാടില്ല, ഇസ്തിഗ്ഹാസ അർപ്പിക്കാൻ പാടില്ല. അള്ളാഹുവെ മാത്രം ആരാധിക്കണം എന്ന തത്വം. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. പിൽക്കാലത്ത് എന്റെ ഉമ്മത്തിൽ അഭിപ്രായം വരും, എന്റെ കാലശേഷം നിങ്ങൾ ഒരുപാട് കാലം ഒരുപക്ഷെ ജീവിച്ചിരുന്നാൽ നിങ്ങൾ എന്റെ ഉമ്മത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ കാണും. അള്ളാഹുവെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്നവരുണ്ടാകും, സൃഷ്ടികളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരുണ്ടാകും, ഔലിയാക്കളെയും അമ്പിയാക്കളെയും വിളിച്ചു പ്രാർത്ഥിക്കുന്നവരുണ്ടാകും, ഇതൊന്നും ചെയ്യാത്തവരുമുണ്ടാകും. അങ്ങനെ പല പല വ്യതിയാന വ്യക്തികൾ എന്റെ ഉമ്മത്തിൽ കടന്നു വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? എന്റെ സുന്നത്ത് പഠിക്കണം, എന്റെ ഖുലഫാഇന്റെ സ്വഹാബത്തിന്റെ സുന്നത്ത് പഠിക്കണം. സ്വഹാബത്ത് സന്മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നവരും മറ്റുള്ളവർക്ക് സന്മാർഗം കാണിച്ചു കൊടുക്കുന്നവരുമാണ്. റാഷിദുകളും മഹ്ദിയുകളുമായ വഴികാട്ടുകളും അതേപോലെ സന്മാർഗകാരികളുമായ സ്വഹാബത്തിന്റെ മാർഗം പഠിക്കണം. ഫഅലൈക്കും ബിമാ അറഫ്തും, നിങ്ങൾ പഠിച്ചു മുൻപറ്റണം എന്നാണ് പറയുന്നത്. മിൻ സുന്നത്തി, എന്റെ സുന്നത്തിനെ, വസുന്നത്തുൽ ഖുലഫാ, എന്റെ പിന്മുറക്കാരായ സഹാബത്തിന്റെ സുന്നത്തിനെ. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തെടുത്ത് തൗഹീദ് പഠിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തെടുത്ത് ഇസ്ലാമിന്റെ ഓരോ നിയമങ്ങളും പഠിക്കണം. സഹാബത്തിന്റെ ജീവിതമെടുത്ത് തൗഹീദ് പഠിക്കണം. സഹാബത്തിന്റെ ജീവിതമെടുത്ത് ഇസ്ലാമിന്റെ ഓരോ നിയമങ്ങളും പഠിക്കണം. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. തറസ്സുഫീക്കും അംറൈൻ, രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ വിട്ടു പോകുന്നു. ലൻ തദല്ലു മാ തമസ്സക്തും ബിഹിമാ, അത് രണ്ടും മുറുകെ പിടിച്ചാൽ ഒരിക്കലും നിങ്ങൾ വഴിതെറ്റുകയില്ല. കിതാബുല്ലാഹ്, ഒന്നാമത്തേത് അല്ലാഹുവിന്റെ കിതാബ് അഥവാ ഖുർആൻ, വസുന്നത്തി, രണ്ടാമത്തേത് ഖുർആന്റെ വിവരണമായിട്ടുള്ള എന്റെ ശരീരം. അങ്ങനെ റസൂലുള്ള ഖുർആൻ ആയത്തുകൾ പഠിപ്പിച്ചു, തിരുചര്യയും പഠിപ്പിച്ചു. ഖുർആൻ തിരുചര്യയും അനുസരിച്ച് തീരെടുത്താൽ എങ്ങനെയാണ് മഖ്ബറകൾ കെട്ടിയുയർത്തപ്പെടുക,
എങ്ങനെയാണ് മക്കബറകളിൽ മറമാടപ്പെട്ടവർ വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുക? ലോകത്ത് ബഹുദൈവ ആരാധകരല്ലേ മയ്യത്തുകളെ പൂജിച്ചത്, മക്കബറകൾ കെട്ടിപ്പൊക്കിയത്? ഇസ്ലാമിന്റെ ശാപകോപങ്ങൾക്ക് വിധേയമായിട്ടുള്ള ജൂത സമൂഹമല്ലേ, ക്രൈസ്തവരല്ലേ? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണമടയുന്ന അദ്ദേഹത്തിന്റെ അവസാന നാളുകളിൽ പ്രത്യേകിച്ചും അക്കാലം അത്രയും തുടർച്ചയായി പഠിപ്പിച്ച ഒരു വിഷയമുണ്ട്. അവസാനത്തെ 5 ദിവസങ്ങളിൽ ഓരോ സന്ദർഭങ്ങളിലും എഴുന്നേറ്റുകൊണ്ട് അദ്ദേഹത്തിന്റെ ഏറ്റവും രൂക്ഷമായ രോഗവേളയിൽ പോലും പഠിപ്പിച്ച ഒരു വിഷയമുണ്ട്. ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറ, ജൂത ക്രൈസ്തവർക്കാണ് അല്ലാഹുവിന്റെ ശാപം. എന്താ കാരണം? ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ, അവർ അംബിയാക്കളുടെ ഖബറുകളെ അതേപോലെ സാലിഹീങ്ങളുടെ ഖബറുകളെല്ലാം സുജൂദിന്റെ കേന്ദ്രമാക്കി മാറ്റി. ഖബറുകൾ സുജൂദിന്റെ കേന്ദ്രമായി കൂടാ, ഖബറാളികളെ വിളിച്ചു തേടിക്കൂടാ, അവർക്ക് ആരാധന അർപ്പിച്ചുകൂടാ, ഖബറുകൾ പള്ളികളായി കൂടാ. ഇതാ നിങ്ങൾ, ഞാൻ മരണപ്പെട്ടു പോയാൽ എന്റെ ഖബർ കെട്ടി ഉയർത്തരുതെന്നും എന്നെ വിളിച്ചു തേടരുതെന്നും വിശദമായി പഠിപ്പിച്ചുകൊണ്ട് റസൂലുള്ളാഹി അല്ലാഹുവിനോട് ദുആ ചെയ്ത് നമുക്ക് കാണാം. അല്ലാഹുമ്മ ലാ തജ്അൽ ഖബ്രി വസനൻ യുഅബദ്, അല്ലാഹുവേ എന്റെ ഖബറിനെ നീ ആരാധിക്കപ്പെടുന്ന ഒരു വിഗ്രഹമാക്കരുത് എന്ന്. എങ്ങനെയാണ് ഖബർ വിഗ്രഹമാവുക? ബഹുദൈവാരാധകർ വിഗ്രഹത്തിന്റെ മുന്നിൽ അല്ലാഹുവിലേക്ക് അടുപ്പിക്കാനെന്ന് പറഞ്ഞുകൊണ്ട് ഇടയാളന്മാരെന്നും അവതാരങ്ങളെന്നും സങ്കല്പിച്ചുകൊണ്ട് അല്ലാഹുവിനെ മാത്രം അർപ്പിക്കേണ്ട ആരാധനകൾ ഏതെങ്കിലും മഹാന്മാരെയും ഇടയാളന്മാരെയും പ്രതിനിധീകരിക്കുന്ന വിഗ്രഹങ്ങൾക്ക് സമർപ്പിക്കുന്നത് പോലെ അമ്പിയാക്കന്മാരുടെ ഔലിയാക്കളുടെ വിഗ്രഹങ്ങൾക്ക് പ്രാർത്ഥനകളും നേർച്ചകളും സമർപ്പിച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ ഭയപ്പെട്ടു. അല്ലാഹുവേ എന്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കരുത് എന്ന് അദ്ദേഹം മനംനൊന്ത് പ്രാർത്ഥിച്ചു. തന്റെ ഉമ്മത്തിനോട് അദ്ദേഹം ആഹ്വാനം ചെയ്തു, ലാ തജഅലൂ ഖബരി ഈദ, എന്റെ ഖബർ നിങ്ങൾ ഉത്സവസ്ഥാനമാക്കരുത്. ഇന്ന് മുസ്ലിം ഉമ്മത്തിലെ പുരോഹിതന്മാരുടെ മേൽനോട്ടത്തിൽ ജൂതനായി ഇബ്നു സബ രൂപപ്പെടുത്തിയ ഷിയാ സമൂഹത്തിന്റെ ആചാരങ്ങൾ അഹ്ലു സുന്നത്തിന്റെ പേരിൽ അങ്ങനെ തന്നെ അട്ടിപ്പേറായി കടന്നു വന്നിരിക്കുകയാണ്, വെളിച്ചത്തിലേക്ക് ഇഴുത്തുകൊണ്ടുവരികയാണ്. അങ്ങനെ ഇതാ മഹാന്മാരുടെ മക്ബറകൾ ഉറൂസിന്റെയും ഉത്സവങ്ങളുടെയും പൂരങ്ങളുടെയും കേന്ദ്രമായി മാറി. ഇത് ഇസ്ലാമിക നിർദ്ദേശങ്ങൾക്ക് വ്യക്തമായ ഘടകവിരുദ്ധമായ സംഗതിയാണ് എന്ന് കാണാൻ കഴിയും. ലാ തജ്അലൂ ഖബരി ഈദ, എന്റെ ഖബർ നിങ്ങൾ ഉത്സവസ്ഥാനമാക്കരുത്. ആരാണ് ഖബറിനെ ഉത്സവമാക്കുന്നത്? ആരാണ് ഖബറിനെ പ്രാർത്ഥനാ കേന്ദ്രമാക്കുന്നത്? മറ്റാരുമല്ല, ബഹുദൈവാരാധകർ. അള്ളാഹുവിന് പകരം യേശുവിനെ ആരാധിച്ചവർ, ഈസാ നബിയെ ആരാധിച്ചവർ, ഉസൈർ അലൈഹി ഇസ്ലാമിനെ ആരാധിച്ചവർ, മലക്കുകളെ ആരാധിച്ചവർ, നക്ഷത്രങ്ങളെ ആരാധിച്ചവർ, അവരാണ് ഖബറുകൾ കെട്ടിപ്പൊക്കുന്നതും വിഗ്രഹങ്ങൾ സ്ഥാപിക്കുന്നതും. എന്നാൽ സൃഷ്ടികളെ ആരാധിക്കുന്നത് ഒരിക്കലും നിലവാരമില്ലാത്ത ഏർപ്പാടാണ്. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി, ഒരിക്കലും നിങ്ങൾ അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുന്നത് അവൻ മാപ്പാക്കുന്ന പ്രശ്നമേയില്ല. വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, അതല്ലാത്ത പാപങ്ങൾ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് മാപ്പ് നൽകാം. എന്നാൽ സ്വന്തം നിലയിൽ ഒരിക്കലും തൗബ ചെയ്ത് 100% പിൻവാങ്ങാത്ത ഒരാൾക്കും അല്ലാഹു ശിർക്കിൽ നിന്ന് ബഹുദൈവത്വത്തിൽ നിന്ന് മാപ്പ് നൽകുകയില്ല എന്ന് വ്യക്തമായി പഠിപ്പിച്ചു. ഇന്നഹു മൻ യുശ്രികു ബില്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിൽ പങ്കുചേർത്താൽ അല്ലാഹുവേ എന്ന് വിളിക്കുന്നതിന് പകരം ഗുരുവായൂരപ്പനെ വിളിച്ചാലും മുഹമ്മദ് ശേഖനെ വിളിച്ചാലും മുഹമ്മദ് നബിയെ വിളിച്ചാലും അതേപോലെ തന്നെ ശബരിമല ശ്രീ ശാസ്താവിനെ വിളിച്ചാലും സായിബാബയെ വിളിച്ചാലും അതേപോലെ തന്നെ മനംപെട്ടറിഞ്ഞ ബീവിയെ വിളിച്ചാലും അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു അമ്മയെ വിളിച്ചാലും ഉമ്മയെ വിളിച്ചാലും ആരെ വിളിച്ചാലും ശരി, അല്ലാഹു ഒരിക്കലും അത് അംഗീകരിക്കാൻ പോകുന്നില്ല. ഇന്നഹു മൻ യുശ്രികു ബില്ലാഹി ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നവർക്ക് അല്ലാഹു സ്വർഗ്ഗം നിഷിദ്ധമാക്കി. വമഅവാഹു നാർ, അവന്റെ സങ്കേതം നരകമാണ്. വമാ ലിൽവാലിമീന മിൻ അൻസാർ, ശിർക്കാകുന്ന ഉൽമ്, ഇന്ന ശിർക്കൽ ഉൽമുൻ അദീം, ശിർക്കാണ് ഏറ്റവും വലിയ അനീതി എന്ന് പഠിപ്പിച്ചല്ലോ. ആ അനീതി പ്രവർത്തിക്കുന്നവരെ സഹായിക്കാൻ ആരും ഉണ്ടാകില്ല. അവർ വിളിച്ചു പ്രാർത്ഥിച്ച ഔലിയാക്കളില്ല, ദൈവങ്ങളില്ല, വിഗ്രഹങ്ങളില്ല, അമ്മമാരില്ല, ഉമ്മമാരില്ല, സിദ്ധന്മാരില്ല, ഔലിയാക്കളില്ല, ബാബമാരില്ല, ബീവിമാരില്ല. ആരാരും സഹായിക്കാൻ വരാതെ ഒറ്റക്കൊറ്റക്ക് അല്ലാഹു നേരിടേണ്ട, അല്ലാഹുവെ കണ്ടുമുട്ടേണ്ടി വരുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസത്തെ സൂക്ഷിക്കണം. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, ഒരു ദിവസമുണ്ട് അല്ലാഹുവിലേക്ക് നിങ്ങൾ മടക്കപ്പെടുന്ന ഒരു ദിവസം. ആ ദിവസത്തെ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുക. സൗഹൃദങ്ങൾ വിലപ്പെടാത്ത ദിവസം, ശുപാർശയോ പകരമായ പ്രവർത്തനങ്ങളോ പ്രായശ്ചിത്തങ്ങളോ പരിഗണിക്കപ്പെടാത്ത ദിവസം, ആരാലും സഹായം ലഭിക്കാത്ത ദിവസം, മാതാപിതാക്കൾ മക്കൾക്കോ മക്കൾ മാതാപിതാക്കൾക്കോ പ്രയോജനം ചെയ്യാത്ത ദിവസം, ആ ദിവസത്തെ നിങ്ങൾ നന്നായി സൂക്ഷിക്കണം. യൗമ ലാ തംലികു നഫ്സുൻ ലിനഫ്സിൻ ശൈഅ വൽ അംറു യൗമഇദിൻ ലില്ലാഹ്, അന്ന് ഒരാളും മറ്റൊരാൾക്ക് വേണ്ടി ഒന്നും ഉടമപ്പെടുത്തുന്നില്ല. പ്രവാചകന്മാർ പോലും തങ്ങളുടെ ബന്ധുക്കൾക്ക് വേണ്ടി ഒരധികാരവും ഉടമപ്പെടുത്താത്ത ദിവസം, അന്നത്തെ അധികാരം അല്ലാഹുവിന് മാത്രമാണ്. ആ അധികാരം യൗമുദ്ദീൻ, പ്രതിഫലനാൾ, അതിന്റെ ഉടമസ്ഥൻ മാലിക് യൗമുദ്ദീൻ ആരാണ്? അല്ലാഹുവാണ്. ആ അല്ലാഹു മാത്രമേ ആരാധിക്കാവൂ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു,
നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു, അതുകൊണ്ട് അള്ളാഹുവേ എന്ന് വിളിക്കുന്ന അവസ്ഥയിലേക്ക് വരണം. എന്നാൽ മതത്തെ കച്ചവടമാക്കിയവർ അത് ദർഗകളിലെയും മക്ബറകളിലെയും മയ്യത്ത് പൂജാ കേന്ദ്രങ്ങളിലെയും വരുമാന മാർഗമാക്കിയ പുരോഹിതന്മാർ വരുമാനത്തിന് വേണ്ടി സൃഷ്ടികളെ പൂജിക്കാനും വിളിച്ചു പ്രാർത്ഥിക്കാനും പഠിപ്പിച്ചു. ഒത്തുബിയത്തിന്റെ പേരിൽ പുരോഹിതന്മാർക്ക് വരുമാനമുണ്ടാക്കാൻ വൈദേശികനെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന റാത്തീബുകളും മാലകളും മൗലികളും നമ്മുടെ രാജ്യത്ത് കൊണ്ടുവന്നു. ചൂടനായ ഇതിന് സഭ ഷിയാക്കളിലൂടെ നടപ്പാക്കിയ ഈ മാലപ്പാട്ടിന്റെയും മൗലിക കിതാബുകളുടെയും രീതികൾ അങ്ങനെ തന്നെ അനുകരിച്ചു കൊണ്ടുവരുമ്പോൾ അതേ പൂർവികരെ അന്ധമായി പിന്തുടരുന്ന ഒരു സമൂഹം മുസ്ലിം ഉമ്മത്തിലുണ്ടാകുമെന്ന താക്കീതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയത്. പ്രിയപ്പെട്ടവരെ സൂക്ഷിക്കണം. ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിനു വേണ്ടിയല്ല, വോട്ടിന് വേണ്ടിയല്ല, നേട്ടത്തിനു വേണ്ടിയല്ല, ആൽബലത്തിനു വേണ്ടിയല്ല. പ്രവാചകന്മാരെല്ലാം റബ്ബിൽ നിന്നല്ലാതെ പ്രതിഫലം കാണിക്കുന്നില്ല എന്ന് പറഞ്ഞുവെന്ന് പഠിപ്പിച്ച അതേ യാഥാർത്ഥ്യമാണിത്. എന്താണ് വ്യക്തമായി പഠിപ്പിച്ചു? നിങ്ങൾ റബ്ബിനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാവൂ എന്ന്. ഒരിക്കലും സൃഷ്ടികളെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കരുത് എന്ന്, സൃഷ്ടികളുടെ മുമ്പിൽ കുമ്പിടരുത് എന്ന്. അത് ഏറ്റവും വലിയ അപകടമാണ്. നിങ്ങൾ പൂർവികരെ ചാണിന് ചാണായി മുഴത്തിന് മുഴമായി പിന്തുടരുക തന്നെ ചെയ്യും. പൂർവികർ എങ്ങനെയാണോ അകത്തടിച്ചത്, അവരെങ്ങനെയാണോ സ്വർഗത്തിൽ നിന്ന് അകറ്റപ്പെട്ടത്, അവരെങ്ങനെയാണോ പിശാചിന്റെ വഴിയൂടെ സഞ്ചരിച്ചത്, അവരെങ്ങനെയാണോ നരകം വിലക്ക് വാങ്ങിയത്, എന്റെ ഉമ്മത്തിലും ഒരു ജനത അതേപോലെ തന്നെ ആയിത്തീരും. നാളെ ഹൗദുൽ കൗസറിൽ നിന്ന് അവർ അകറ്റപ്പെടുന്ന സാഹചര്യമുണ്ടാകും. അങ്ങനെ നരകാവകാശികളായി മുസ്ലിം ഉമ്മത്തിൽപ്പെട്ടവർ തന്നെ മാറുന്ന ഒരു സമ്പ്രദായം വരും. ചാണിന് ചാണായി മുഴത്തിന് മുഴമായി ദേശ സംഘങ്ങളെ കൂടെ ക്രൈസ്തവരെ പിന്തുടരും. ഒഴുകുമ്പിന്റെ മാളത്തിൽ അവർ കയറിയാൽ അത്രയും പ്രയാസകരമായ പ്രവർത്തനങ്ങൾ പോലും നിങ്ങളിൽ നിന്നുണ്ടാകും. അതെ, ഇസ്ലാമിലില്ലാത്ത ആചാരങ്ങൾ ഇസ്ലാമിന്റെ പേരിൽ അങ്ങനെയാണ് ദർഗകൾ ഉണ്ടായത്, മക്കബറകൾ കെട്ടിപ്പൊക്കുന്ന സമ്പ്രദായം ഉണ്ടായത്, മയ്യത്തുകളും ശവങ്ങളും പൂജിക്കപ്പെടുന്ന രീതി ഇസ്ലാമിന്റെ പേരിൽ കടന്നു വന്നത്, കബറിടങ്ങളിൽ ഉറൂസുകളും ഉത്സവങ്ങളും പൂരങ്ങളും നേർച്ചകളും ഉണ്ടായത്, ബഹുദൈവത്വത്തിന്റെ ആനയും അമ്പാരിയും ഇസ്ലാമിന്റെ വഴിയിലേക്ക് കടന്നു വന്നത്, അതേപോലെ തന്നെ േയും മുനമ്പത്തടിഞ്ഞ ബീവിയെയും വിളിച്ചു പ്രാർത്ഥിക്കുന്ന സമ്പ്രദായം കടന്നു വന്നത്, പൂർവ്വ ക്രൈസ്തവരുടെ ആചാരങ്ങളും ചര്യകളും ഷിയാക്കളുടെ സമ്പ്രദായങ്ങളും അങ്ങനെ തന്നെ നമ്മുടെ സമൂഹത്തിലെ പുരോഹിതന്മാർ ഏറ്റെടുത്ത് മതത്തെ ഒരു കച്ചവടമാക്കി മാറ്റിയത് കൊണ്ടാണ് എന്ന് കാണാൻ സാധിക്കും. ഭൂരിപക്ഷം വരുന്ന പുരോഹിതന്മാരും പാതിരിമാരും ബഹുജനങ്ങളുടെ സ്വത്ത് അന്യായമായി തിന്നുകയും അള്ളാഹുവിൽ നിന്ന് ജനങ്ങളെ തടയുകയുമാണ് എന്ന് താക്കിയത് നമ്മൾ ഓർക്കണം. അടുത്ത നിമിഷം പിരിയാനുള്ളതാണ് നമ്മുടെ ആത്മാവ്. മരണപ്പെട്ടു പോയാൽ അവരിൽ നമ്മൾ ഒറ്റയ്ക്കായിരിക്കും, മഹ്ശറിൽ വിചാരണയ്ക്ക് ഒറ്റയ്ക്കായിരിക്കും. അന്തിമനാളിൽ അള്ളാഹുവിന്റെ അരികിൽ ഒറ്റയ്ക്കൊറ്റയ്ക്ക് കടന്നു വരുമ്പോൾ അള്ളാഹുവോട് മറുപടി പറയണം. അസഹസിത്തും നിങ്ങൾ വിചാരിച്ചു അന്നമാഹലക്കനാക്കും അദസ, നിങ്ങളെ നാം പാഴായി പടച്ചതാണ്, ലക്ഷ്യബോധമില്ലാതെ കളിയായി സൃഷ്ടിച്ചതാണ് എന്ന്. അന്നക്കും വിനയിനാല തീർച്ചയായും ഒരിക്കലും നിങ്ങൾ നമ്മിലേക്ക് മടക്കപ്പെടുകയില്ല എന്ന് വിചാരിച്ചു. ഈ ചോദ്യം എന്റെ പ്രിയപ്പെട്ട എല്ലാവരുടെയും ഹൃദയത്തിലുണ്ടാകണം. അതുകൊണ്ട് പുരോഹിതന്മാരുടെ കച്ചവടം തിരിച്ചറിയണം, പ്രമാണത്തിലുള്ളത് എന്ത് എന്നറിയണം, ഏത്തിലുള്ളതും നാട്ടിലുള്ളതും വേർതിരിച്ചറിയുകയും പ്രമാണങ്ങളെ അവലംബിക്കണം. ഭൂരിപക്ഷമല്ല പ്രമാണം, പാരമ്പര്യമല്ല പ്രമാണം, തറമാണല്ല പ്രമാണം, അതേപോലെ തന്നെ നാട്ടിൽ കണ്ടുപോരുന്ന കാര്യങ്ങളല്ല പ്രമാണം. പിന്നെയോ ഖുർആനും സുന്നത്തും സ്വഹാബത്തിന്റെ മാതൃക അനുസരിച്ചുകൊണ്ട് ഉൾക്കൊള്ളുകയല്ലാതെ മറ്റൊരു വഴിയുമില്ല. നിങ്ങൾ സ്വഹാബികൾ വിശ്വസിച്ചതുപോലെ വിശ്വസിച്ചാൽ ഹിദായത്തിനായി. സ്വഹാബികളുടെ മാർഗം അവലംബിച്ചാൽ അവർ അവഗണിച്ചാൽ, സ്വഹാബികളുടെ മാർഗത്തിൽ നിന്ന് അവഗണിച്ചു കളഞ്ഞാൽ അവർ നരകാവകാശികളും കക്ഷിത്വത്തിലുമായി. അതുകൊണ്ട് കക്ഷിത്വത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗാവകാശികളായി തീരണമെങ്കിൽ സ്വഹാബത്ത് എങ്ങനെയാണോ ഖുർആനും സുന്നത്തും അവലംബിച്ചത്, സ്വഹാബത്തിന്റെ മാർഗം, താബികളുടെ മാർഗം, സലഫുകളുടെ മാർഗം അത് പഠിച്ചറിഞ്ഞു കൊണ്ട് ഭൗതികതയില്ലാതെ പാർട്ടിക്ക് വേണ്ടിയല്ല പ്രവർത്തിക്കേണ്ടത്, താല്പര്യങ്ങൾക്ക് വേണ്ടിയല്ല പ്രവർത്തിക്കേണ്ടത്, ഭൂരിപക്ഷത്തിന്റെ ഇച്ഛകൾക്കനുസരിച്ചല്ല പ്രവർത്തിക്കേണ്ടത്, അന്ധമായ അനുകരണമല്ല പ്രവർത്തനമായി വരേണ്ടത്. പ്രമാണങ്ങളെ അവലംബിച്ച് ഖുർആനും സുന്നത്തും നന്നായി പഠിക്കണം. പഠിക്കുന്നവർക്കാണ് മഹത്വം. ദീനിന്റെ ശരിയായ ആശയങ്ങൾ പഠിക്കാൻ ജീവിതത്തിൽ സമയം മാറ്റിവെക്കണം. പഠിക്കുന്ന സദസ്സിൽ അള്ളാഹുവിന്റെ സവിശേഷതയുള്ള മലക്കുകൾ വന്നിറങ്ങും. അവർ അവരുടെ ചിറക് താഴ്ത്തിവെക്കും. പഠിക്കുന്നവർക്ക് വേണ്ടി അവർ റബ്ബിനോട്
മാപ്പ് ചോദിച്ചുകൊണ്ടിരിക്കും. അതേപോലെ പഠിക്കുന്നവർക്ക് അള്ളാഹുവിന്റെ സവിശേഷമായ ശാന്തി വന്നിറങ്ങും, അവരെ മലക്കുകൾ പൊതിയും. അതേപോലെ തന്നെ അവർക്ക് അള്ളാഹു സ്വർഗത്തിലേക്കുള്ള ഒരു വഴി എളുപ്പമാക്കി കൊടുക്കും. അതുകൊണ്ട് ദീൻ നന്നായി പഠിക്കുക, ഖുർആൻ പഠിക്കുക, സുന്നത്ത് പഠിക്കുക. അതിന്റെ വ്യക്തമായി സ്വഹാബികളെ പ്രകാരമാണോ ഖുർആനും സുന്നത്തും മനസ്സിലാക്കിയത്, അതേ രീതിയിൽ തന്നെ പഠിച്ചു മനസ്സിലാക്കി അവലംബിച്ചാൽ, സ്വഹാബത്തിന്റെ ജീവിതം ഉൾക്കൊള്ളാൻ തീരുമാനിച്ചാൽ, പിന്നെ നമ്മുടെ നാട്ടിൽ ഒരു മക്ബറയും കെട്ടുയർത്തപ്പെടുകയില്ല, ഒരു വലിയും ദീപിയും വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുകയില്ല, ഇവിടെ നേർച്ചപ്പൂരങ്ങൾ ഉണ്ടാവുകയില്ല, ഉത്സവങ്ങളും ഉറൂസുകളും ഉപേക്ഷിക്കപ്പെടും. യാതൊരു സംശയവുമില്ല. ഇവിടെ മൊഹീദ്ദീൻ ശൈഖിന്റെ ആണ്ടിന്റെ പേരിലും അതേപോലെ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മദിനത്തിന്റെ പേരിലും ഇവിടെ കച്ചവടം ഉണ്ടാവുകയില്ല. ഘോഷയാത്രകളും മീലാദാഘോഷങ്ങളും അങ്ങനെ ജൂദായിസത്തിന്റെയും ക്രൈസ്തവതയുടെയും ആചാരങ്ങൾ, ഇസ്ലാമിന്റെ തൊപ്പിയും തലപ്പാവും അണിഞ്ഞുകൊണ്ട് കടന്നു വരുന്ന സമ്പ്രദായം ഒരിക്കലും ഉണ്ടാവുകയില്ല. പ്രിയപ്പെട്ടവരെ, റബ്ബിന്റെ മണ്ണിൽ ഒറ്റയ്ക്കാണ് നിൽക്കേണ്ടി വരിക. അതുകൊണ്ട് പുരോഹിതന്മാരുടെ കിണിയിൽ പെട്ടുപോകാതെ പ്രമാണങ്ങളെ അവലംബിച്ചേ മതിയാകൂ. അവരെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കണം. അതേപോലെ പ്രവാചകന്റെ മാതൃക അവലംബിക്കണം. വളരെ കൃത്യമായി പഠിപ്പിക്കപ്പെട്ട കാര്യമാണത്. ഒരിക്കലും അല്ലാഹുവും റസൂലും ഒരു കാര്യം തീരുമാനിച്ചാൽ പിന്നീട് നമുക്ക് പുതിയൊരു തീരുമാനം അതിനെതിരായി ഉണ്ടാകാൻ പാടില്ല. അതിന് സമ്പൂർണ്ണമായി സമർപ്പിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അല്ലാഹുവിന്റെ റസൂൽ എന്താണോ കൊണ്ടുവന്നത്, അത് നിങ്ങൾ സ്വീകരിക്കണം. റസൂൽ എന്താണോ വിലക്കിയത് ഒഴിവാക്കണം. അങ്ങനെ റസൂലിനെ മാനദണ്ഡമായി സ്വീകരിച്ച് ഖുർആനും സുന്നത്തും അവലംബമായി പരിഗണിച്ച് സ്വഹാബത്തിന്റെയും താബിഈങ്ങളുടെയും ജീവിതം മാതൃകയായി സ്വീകരിച്ച് നമ്മുടെ ജീവിതത്തെ യഥാർത്ഥ ഇസ്ലാമിന്റെ മാർഗ്ഗം സംഘടനകളുടെ കർത്തൃത്വത്തിന്റെയും താല്പര്യങ്ങളിൽ നിന്നും അവർ താല്പര്യങ്ങൾക്ക് വേണ്ടി കെട്ടിയുണ്ടാക്കിയ പുത്തൻ രീതികളിൽ നിന്നും വഴിമാറി വിശദമായി സഹാബത്തിന്റെ ജീവിതത്തിലേക്കും ആദർശത്തിലേക്കും തിരിച്ചു വരണമെന്ന് ആഹ്വാനം ചെയ്യാനാണ് ഈ പൊതുയോഗം ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. നന്നായി നമ്മൾ പഠിച്ചാൽ അള്ളാഹു മാത്രം ആരാധിക്കുന്ന ജനത അവരുടെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്നവരായിരിക്കും, അവർ പലിശയുടെ മാർഗ്ഗങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നവരായിരിക്കും. അതേപോലെ തന്നെ വ്യഭിചാരവും തൊഴിവാസങ്ങളും ഒഴിവാക്കും, സ്വജനപക്ഷപാതത്തിൽ നിന്നും അഴിമതിയിൽ നിന്നും വിട്ടുനിൽക്കും, അസൂയയും കുശുമ്പും കുന്നായ്മയും ഒഴിവാക്കും, അഹങ്കാരം വർദ്ധിക്കുകയും സൗമ്യതയോടെയും വിനയത്തോടെയും ജീവിക്കും. സഹോദരന്മാരെ സ്നേഹിക്കാനും ആദരിക്കാനും അഗതികൾക്ക് ഭക്ഷണം നൽകാനും അനാഥകളെ ആദരിക്കാനും അതിന് കഴിയും. ആ നിലവാരത്തിൽ വിധവകൾ സംരക്ഷിക്കപ്പെടും. ഈ നാട്ടിൽ നന്മയുടെ അങ്ങേയറ്റത്തെ ജീവിതം കടന്നു വരണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരിയ വ്യക്തമായി പഠിക്കണം. പഠിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരണം. അത് പകർത്തുകയും പരിചയപ്പെടുത്തുകയും ചെയ്യുമ്പോഴുണ്ടാകുന്ന പ്രയാസങ്ങൾ സഹിക്കാൻ നമ്മൾ തയ്യാറാകണം. വലഅസർ, കാലമാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യൻ നഷ്ടത്തിൽ തന്നെയാണ്. ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്ത്, യഥാർത്ഥ വിശ്വാസം സ്വീകരിച്ചവർ ഒഴികെ, നന്മകൾ പ്രവർത്തിച്ചവർ ഒഴികെ, വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ, സത്യമെന്താണോ അത് തെളിവുകളിലൂടെ പരസ്പരം ഉപദേശിക്കുന്നവരൊഴികെ, അതിന്റെ മാർഗത്തിൽ സഹനം പരസ്പരം ഉപദേശിക്കുന്നവരൊഴികെ, അങ്ങനെ പഠിക്കുകയും പകർത്തുകയും മറ്റുള്ളവരെ ഉപദേശിക്കുകയും ത്യാഗം സഹിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് മാത്രമാണ് നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടാനും സ്വർഗത്തിൽ പ്രവേശിക്കാനും സാധിക്കൂ. അതുകൊണ്ട് വിദാത്തുകൾ മുഴുവൻ വർജിക്കാനും ശിർക്കിൽ നിന്ന് വിട്ടുനിൽക്കാനും സുന്നത്തുകൾ അവലംബിച്ചുകൊണ്ട് തൗഹീദിന്റെ അടിത്തറയിൽ ജീവിതം നയിക്കാനും സാധിക്കണം. ഖുർആനും സുന്നത്തും നന്നായി പഠിക്കണം. തിന്മകൾ മുഴുവൻ വർജിക്കണം. മ്യൂസിക്കിൽ നിന്നും ഡാൻസിൽ നിന്നും പാട്ടിൽ നിന്നും തൊഴിൽവാസങ്ങളിൽ നിന്നും വിട്ട് പവിത്രതയോടുകൂടി ജീവിക്കണം. ഇസ്ലാം അനുശാസിക്കുന്ന മാന്യമായ വസ്ത്രധാരണം, പുരുഷന്മാരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും അള്ളാഹുവിന്റെ മുന്നിൽ നാളെ മറുപടി പറയേണ്ടി വരും എന്ന രീതിയിൽ പവിത്രമായ കുലീനമായ വസ്ത്രധാരണ രീതി അവർ പാലിക്കണം. അതേപോലെ ഖുർആനെ തള്ളുന്നവരും ഹദീസ് നിഷേധികളും മോഡേണിസ്റ്റുകളും ദുനിയാവിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്നവരും ഡാൻസും പാട്ടുമായി നടക്കുന്നവരും മുശ്രിക്കുകളെയും കാഫിറുകളെയും തൃപ്തിപ്പെടുത്താൻ ജമ്പൽ കൊള്ളുന്നവരുമായ എത്ര വലിയ ഘോഷമാരാണെങ്കിലും അവർ ഖുർആനെയും സുന്നത്തിനെയും തള്ളുമ്പോൾ, സുന്നത്തിന്റെ നിർദ്ദേശങ്ങളെ പുച്ഛിക്കുമ്പോൾ, ഇസ്ലാമിന്റെ വസ്ത്രധാരണത്തെ അവഗണിക്കുമ്പോൾ ആ കൂട്ടത്തിൽ അവരെ കൂടി നമ്മൾ അവഗണിച്ചേക്കുക. കാരണം സ്വർഗത്തിലേക്കുള്ള വഴി വേറെയൊന്നാണ്. ഞാൻ പൊതുജനങ്ങൾ നരകത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ സത്യവിശ്വാസികൾ സ്വർഗത്തിലേക്ക് മറ്റൊരു വഴിയിലൂടെയാണ്. അതുകൊണ്ട് സ്വർഗത്തിലേക്കുള്ള ആ കല്ലും മുള്ളും നിറഞ്ഞ പാത അവലംബിച്ച് ത്യാഗജീവിതത്തിലൂടെ തൗഹീദിന്റെ അടിത്തറയോടെ ജീവിതം വിജയപ്രദമാക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിമ വഅലാ ആലി ഇബ്രാഹിമ ഇന്നക ഹമീദും മജീദ്. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.